ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡെത്ത് നോട്ടിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ടാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അവിടെ ഈ ഒരു കേസിനെ കുറിച്ച് വൻ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് റെസ്പോൺസ് ഈ ഒരു സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 3029 ആളുകളാണ് സ്റ്റേഷനിലേക്ക് ഇന്നേരം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 14 ആളുകൾ പറയുന്നത് അവർ കിരയെ കണ്ടിട്ടുണ്ടെന്നും അവർക്ക് കിരയെ അറിയാമെന്നുമാണ്. എന്നാൽ ബാക്കിയുള്ള 20 പേര് പറയുന്നത് അവരാണ് കിര എന്നൊക്കെ. ഇതിൽ കൂടുതലും പ്രാങ്ക് കോൾ ആണെന്ന് അറിയാമെങ്കിലും അതിനെക്കുറിച്ചുള്ള ഫൈൻഡിങ്സ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു പോലീസുകാരൻ എഴുന്നേറ്റ് സംസാരിക്കുന്നത്. എല്ലു പറഞ്ഞത് പ്രകാരം ഈ മരണപ്പെട്ട വ്യക്തികളുടെ മരണസമയം കണക്കാക്കിയായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാ വർക്കിംഗ് ഡേയ്സിലും വൈകുന്നേരം 4 മണിക്കും വെളുപ്പിനെ 2 മണിക്കും ഇടക്കാണ് മരണങ്ങൾ കൂടുതലും നടന്നിട്ടുള്ളത്. എന്നാൽ അവധി ദിവസങ്ങളിൽ നേരെ തിരിച്ചാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതു സമയങ്ങളിലും മരണപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോഴാണ് എല്ല് ഒരു കാര്യം പറയുന്നത്. ഈ ഒരു കണ്ടുപിടുത്തം നമ്മുടെ അന്വേഷണത്തിന് ഒരുപാട് ഉപകാരപ്പെടും. എൻ്റെ ഫൈൻഡിങ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ കിര എന്ന് പറയുന്നത് ഒരു സ്കൂൾ വിദ്യാർത്ഥി ആകാനാണ് സാധ്യത. ആ സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നമ്മുടെ അന്വേഷണം കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ കിരയെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് എല്ല് പറയുകയാണ്. അവിടെ കട്ടിയത് പിന്നെ നമ്മളെ കാണിക്കുന്നത് ലൈറ്റിനെയും അവൻ്റെ സിസ്റ്ററിനെയാണ്. സിസ്റ്റർ അവൻ്റെ അടുത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തായിട്ട് റിയുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഫാദർ അങ്ങോട്ട് വരുന്നത്. അവരെല്ലാവരും താഴത്തോട്ട് പോകുന്നു. അപ്പോഴാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്. ലൈറ്റിൻ്റെ അച്ഛനായിരുന്നു ജാപ്പനീസ് പോലീസ് ചീഫ് എന്ന് പറയുന്നത്. ഇത് കാണുന്ന റിയുക്ക് ഞെട്ടിപ്പോവുകയാണ്. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അവർ റൂമിൽ വരുന്നു. അപ്പോഴാണ് റിയുക്ക് ലൈറ്റിനോടായിട്ട് ചോദിക്കുന്നത്, നിന്റെ അച്ഛനായിരുന്നു പോലീസ്, അതുകൊണ്ടാണോ നിനക്ക് ഇത്ര കോൺഫിഡൻസ് എന്ന്. അപ്പോഴാണ് ലൈറ്റ് പറയുന്നത്, അതെ, എൻ്റെ അച്ഛനാണ് പോലീസ് ചീഫ്, അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ നീക്കങ്ങളും എനിക്ക് അറിയാൻ സാധിക്കും. കാരണം അച്ഛൻ്റെ ലാപ്ടോപ്പ് ഞാൻ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ അച്ഛൻ്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് കയറിയതിനു ശേഷം ലൈറ്റ് അതിൽ ഫൈൻഡിങ്സ് ഓരോന്ന് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലൈറ്റ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ മരണപ്പെട്ട വ്യക്തികളുടെയൊക്കെ മരണസമയം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി എന്ന കാര്യം. അപ്പോഴാണ് ലൈറ്റ് റിയുക്കിനോടായിട്ട് ചോദിക്കുന്നത്, ഈ ഡെത്ത് നോട്ടിൽ പേരെഴുതിയാൽ അവർ 60 സെക്കൻഡിനുള്ളിൽ മരിക്കും. ഒരു കാരണം എഴുതി അയാളുടെ പേരെഴുതുകയാണെന്നുണ്ടെങ്കിൽ 6 മിനിറ്റ് 40 സെക്കൻഡിനുള്ളിൽ മരിക്കും. എന്നാൽ നമുക്ക് ഒരാൾ ഇന്ന സമയത്ത് ഇന്ന കാരണത്താൽ മരിക്കണം എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ റിയുക്ക് പറയുന്നത്, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇത് കേൾക്കുന്ന ലൈറ്റ് അവൻ പുതിയൊരു തന്ത്രം മെനയുകയാണ്. അടുത്ത ദിവസം മുതൽ സ്കൂൾ പ്രവർത്തിക്കുന്ന സമയങ്ങളിലും ക്രിമിനലുകൾ ഓരോ മണിക്കൂർ ഇടവിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതോടെ പോലീസുകാർ ആശയക്കുഴപ്പത്തിലാവുകയാണ്. ഒരു വിദ്യാർത്ഥി ആയിരിക്കാം ഇതിന്റെ പുറകിൽ എന്ന് വിശ്വസിച്ച അവർക്ക് ഇതൊരു വലിയ അടി തന്നെയായിരുന്നു. അപ്പോഴാണ് എല്ല് അവരോടായിട്ട് പറയുന്നത്, നമ്മുടെ ഈ ഒരു നിഗമനം ഒരിക്കലും തെറ്റാകാൻ സാധ്യതയില്ല. കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നീക്കങ്ങൾ അവൻ വളരെ നന്നായി അറിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആളുകളെ കൊല്ലാൻ മാത്രമല്ല അതിൻ്റെ സമയം വരെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവൻ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെ കട്ടിയത് പിന്നെ നമ്മളെ ലൈറ്റിനെയും റിയൂക്കിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ പ്ലാൻ ഇപ്പോൾ ഏകദേശം വർക്കായിട്ടുണ്ടാവും, അവരിപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുമെന്ന് ലൈറ്റ് റിയൂക്കിനോട് പറയുന്നു. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് കൊല്ലാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കൊന്നു തീർക്കണമെന്നും. അപ്പോഴാണ് റിയൂക്ക് തിരിച്ചു ചോദിക്കുന്നത്, എല്ലിന് നിനക്ക് പോലീസിൽ ഒരു ബന്ധമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി കാണും എന്നുള്ളത്. അപ്പോഴാണ് ലൈറ്റ് പറയുന്നത്, അവൻ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ, എന്താണേലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഏകദേശം എല്ലിന് പോലീസിനെയും പോലീസിന് എല്ലിനെയും വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാകും. ഇതേ സമയം പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലീസ് ചീഫിന്റെ അടുത്തേക്ക് 3 പോലീസ് ഉദ്യോഗസ്ഥർ വരികയാണ്. അവരവരുടെ റെസിഗ്നേഷൻ അയാൾക്ക് കൊടുക്കുന്നു. നിങ്ങൾ എന്തിനാണ് റിസൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് ശരിക്കും ഭയമാണ്. കിര എപ്പോൾ വേണമെങ്കിലും നമ്മളെ കൊല്ലാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്. എല്ലിനെ അവൻ കൊല്ലാത്തതിന്റെ കാരണം എല്ലിന്റെ പേരോ മേൽവിലാസമോ മുഖമോ ഒന്നും അവൻ അറിയില്ല. എന്നാൽ ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനിൽ കൊതിയുണ്ട്. ദേവി സാർ ഞങ്ങളുടെ റെസിഗ്നേഷൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അവിടെ കട്ടിയത് പിന്നെ നമ്മളെ കാണിക്കുന്ന ലൈറ്റിനെയാണ്. അവൻ അവൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ റിയുക്കുമുണ്ട്. റിയുക്ക് ക്ലാസ്സിലൂടെ നടന്ന് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് വിൻഡോയിൽ കൂടെ അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരാൾ ഇവരെ വീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴി റിയുക്ക് ലൈറ്റിനോടായിട്ട് ഈ വിവരം പറയുകയാണ്. ലൈറ്റ്, നീ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ട, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക. എന്താണേലും നീ പറയൂ എന്ന് ലൈറ്റും പറയുകയാണ്. ഞാൻ ഒരിക്കലും നിന്റെ ഭാഗത്തോ എല്ലിൻ്റെ ഭാഗത്തോ അല്ല. ഡെത്ത് നോട്ട് നിന്റെ കയ്യിലുള്ളിടത്തുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുമില്ല. അപ്പോൾ ലൈറ്റ് പറയുന്നത്, നീ പറയാനുള്ള കാര്യം ആദ്യം പറയൂ, അല്ലാതെ വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി പോകാതെ എന്ന്. അപ്പോഴാണ് റിയൂക്ക് പറയുന്നത്, നമ്മളെ ഒരാൾ പിന്തുടരുന്നുണ്ട്.
പെട്ടെന്നാണ് ലൈറ്റ് പേടിച്ച് അവിടെ ഒരു സെക്കൻഡ് നിന്നു പോകുന്നു. അതിനുശേഷം അവൻ ആലോചിച്ച് പിന്നെ മുൻപോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് പുറകിൽ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ നമ്മളെ കാണിക്കുന്നത്. അതിനുശേഷം അവർ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തുന്ന ലൈറ്റ് റിയുക്കുനോടായിട്ട് അവർക്ക് എന്നെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല, കാരണം ഞാൻ വെറും ഒരു വിദ്യാർത്ഥിയാണ്, ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പുറത്ത് ആരും വിശ്വസിക്കില്ല. അതിനു മുമ്പ് തന്നെ ഇവരെന്നെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ പിന്തുടരുന്ന വ്യക്തിയെ ഞാൻ കൊന്നുകളയും. പക്ഷേ എനിക്ക് അവൻ്റെ പേരറിയണം, അത് പക്ഷെ അറിയാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്നു. അങ്ങനെ ലൈറ്റ് സംസാരിച്ചതിന് ശേഷം റിയൂക്ക് ലൈറ്റിനോടായിട്ട് സംസാരിക്കുകയാണ്. ലൈറ്റ്, ഞാൻ നിന്നോടൊരു രഹസ്യം പറയട്ടെ. എന്തുകൊണ്ടാണ് ഷിനിഗാമികൾ അവരുടെ ഡെത്ത് നോട്ടിൽ മനുഷ്യന്മാരെ കൊണ്ട് പേരെഴുതിപ്പിക്കുന്നതെന്ന് നിനക്കറിയുമോ? അതിനുള്ളിൽ വലിയൊരു രഹസ്യമുണ്ട്. ഒരാളുടെ ആയുസ് 50 വയസ്സായിരിക്കട്ടെ, നീ അയാളുടെ പേര് ആ ഒരു ബുക്കിൽ 30ാമത്തെ വയസ്സിൽ എഴുതുകയാണെങ്കിൽ ബാക്കിയുള്ള 20 വയസ്സ് ഷിനിഗാമിക്ക് ലഭിക്കും. എന്നാൽ ഷിനിഗാമിയാണ് അതിൽ പേര് എഴുതുന്നതെങ്കിൽ അത് അവർക്ക് ആ ഒരു ആയുസ് ഒരിക്കലും കിട്ടുകയില്ല. അങ്ങനെ നിന്നെ കൊണ്ട് പേര് എഴുതിപ്പിക്കുമ്പോൾ നീ നേരത്തെ കൊല്ലുന്ന ഓരോ വ്യക്തിയുടെയും ആയുസ് എനിക്ക് കിട്ടുകയാണ്. അങ്ങനെ ഷിനിഗാമികളുടെ ആയുസ് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യന്മാരെ കൊണ്ട് ഡെത്ത് നോട്ടിൽ പേര് എഴുതിപ്പിക്കുന്നതെന്ന്. അതുമാത്രമല്ല ലൈറ്റ്, മനുഷ്യനും ഷിനിഗാമികളും തമ്മിൽ മറ്റൊരു വലിയ വ്യത്യാസം കൂടിയുണ്ട്. ഞങ്ങളുടെ കണ്ണ് നീ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞങ്ങളുടെ കണ്ണിലൂടെ ആരെ നോക്കുന്നുവോ അവരുടെ പേരും ആയുസും ഞങ്ങളുടെ കണ്ണിൽ കാണാൻ സാധിക്കും എന്നും. ഇത് കേൾക്കുന്ന ലൈറ്റ് അമ്പരക്കുകയാണ്. നിങ്ങളുടെ കണ്ണിലൂടെ ആരെ കണ്ടാലും അവരുടെ ആയുസ് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നോ, അവരുടെ പേര് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നോ? അതേ ലൈറ്റ്, ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നിനക്കും ആ ഒരു കഴിവ് വേണോ? എൻ്റെ കണ്ണിൻ്റെ പവർ ഞാൻ നിനക്ക് നൽകാൻ തയ്യാറാണ്, പക്ഷെ അതിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈറ്റ് ചോദിക്കുന്നു, എന്ത് കണ്ടീഷനാണ് അതിനുള്ളത്? ഒരു ചെറിയ കണ്ടീഷൻ. നിന്റെ ആയുസിൻ്റെ പകുതി നീ എനിക്ക് തന്നാൽ എൻ്റെ കണ്ണിൻ്റെ പവർ ഞാൻ നിനക്ക് നൽകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ എനിമീസിനെയൊക്കെ വളരെ വേഗം കൊല്ലാൻ സാധിക്കും, അവരുടെ പേരുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിനക്ക് 50 വയസ്സാണ് നിന്റെ ആയുസ് എന്ന് കരുതട്ടെ. നിനക്ക് ഞാൻ എൻ്റെ കണ്ണിൻ്റെ പവർ തരുമ്പോൾ നിന്റെ പകുതി ആയുസ്, അതായത് 25 വയസ്സ് നീ എനിക്ക് നൽകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ശക്തി ലഭിക്കും എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ലൈറ്റ്, അങ്ങനെ തന്നാൽ നിന്റെ ശക്തി എനിക്ക് ലഭിക്കുമോ? എല്ലാവരുടെയും പേരും ആയുസും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അതേ ലൈറ്റ്, നിനക്കതിന് സാധിക്കും. നീ ആ എഗ്രിമെന്റിന് തയ്യാറാണോ? അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ അവരെ വീക്ഷിക്കുന്നത് നമ്മളെ കാണിക്കുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ലൈറ്റ് റിയുക്കിന്റെ ആ ഒരു ശക്തി മേടിക്കുമോ? എന്താണെങ്കിലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വലിയ അംഗീകാരമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.